നമസ്കാരം. നമ്മളെല്ലാവരും ഒരു അടുത്ത സാമ്പത്തിക വർഷത്തെ ഒരു ബഡ്ജറ്റിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 4-5 വർഷം മുമ്പ്, ഈ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ സജീവമായിരുന്നു എല്ലായിടത്തും. അതായത് എല്ലാ എക്കണോമിക് തിങ്ക് ടാങ്ക് ഫോറങ്ങളിലും പത്രങ്ങളിലും എന്താ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വില കൂടാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ വലിയ സജീവമായിരുന്നു. അപ്പം ബഡ്ജറ്റ് ഒരു 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 വളരെ കൗതുകത്തോടെ, അല്ലെങ്കിൽ വലിയ വലിയ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി ആളുകൾ നോക്കിയിരുന്നു. എസ്പെഷ്യലി ഈ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ആകട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആകട്ടെ, അല്ലെങ്കിൽ എക്കണോമിക് ഒബ്സർവേഴ്സ് ആകട്ടെ, അങ്ങനെ പല മേഖലകളിലും. ഇതിനകത്ത് ഒരുപക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ആ പറയുന്നൊരു ഹൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഈ ബഡ്ജറ്റ് വരും എന്നുള്ള രീതിയിൽ കാണുന്നില്ല എന്ന് തന്നെ വിചാരിക്കണം. കാരണം ഇതൊരു ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഫിസ്ക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി. എസ്പെഷ്യലി ഈ പറയുന്ന ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. GST മെയിനായിട്ട്, അതുപോലെ തന്നെ ഒരു ടാക്സ് അസസ്മെന്റ് അല്ലെങ്കിൽ ടാക്സ് സർപ്രൈസസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് 12 ലക്ഷം വരെയുള്ള ടാക്സിന്റെ ഒരു എക്സംഷൻ ലിമിറ്റ് കൂട്ടിയതിന് ശേഷം ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ജനറൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്ന് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പം വലിയ അങ്ങനെ ഒരു അതിമോഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു എക്സ്പെക്റ്റേഷനാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ NDA സർക്കാരിന്റെ ആ ഒരു പ്രീ സയൻസ് എന്ന് പറയുന്നത് വളരെ വളരെ സർപ്രൈസ് ചെയ്തു തന്നെ. കാരണം ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിസ്കുകളും മറ്റുമൊക്കെ വന്നു. നമുക്ക് ഒരുപാട് ഈ ട്രംപിന്റെ ടാരിഫ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു ട്രേഡിന്റെ കാര്യങ്ങൾ വന്നു. യുക്രൈൻ വാറിന്റെ കാര്യങ്ങളിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തമ്മിൽ വരുമ്പോൾ ഒരു മാന്ദ്യത്തിന്റെ ലക്ഷണം വേൾഡ് ഓവർ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്താണ് ഈ 12 ലക്ഷം രൂപ ഒരു വലിയ സംഖ്യ ആളുകളുടെ കയ്യിൽ ഈ കൺസംഷൻ ഒരു പാറ്റേൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആളുകളുടെ കയ്യിൽ എത്തിച്ചു. അപ്പൊ ഇതാണ് ഒരു സസ്റ്റെയിൻഡ് ഗ്രോത്തിനായിട്ട് ഒരു സഹായകമായത്. ആളുകൾ കുറെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ എക്കണോമി കുറെ കൂടെ വൈബ്രന്റ് ആയി. അപ്പൊ ഒരു കഴിഞ്ഞ ഫെബ്രുവരി, ഒരു വർഷം മുമ്പ്, ഈ നടപ്പ് സാമ്പത്തിക വർഷം നടക്കാവുന്ന ഒരു കാര്യത്തെപ്പറ്റി ഉണ്ടായിരുന്ന ഒരു പ്രീ സയൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണം ആ ഒരു ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കഴിയാൻ. അതുപോലെ തന്നെയാണ് ഈ ഒരു സമഗ്രമായ മാറ്റം GST-യിലുണ്ടായി. ആ ഒരു അൺലോക്കിംഗ് ഓഫ് ഒരു റിസോഴ്സസ് ഭാരതത്തിന്റെ ഒരു വളർച്ചയുടെ ആക്കം കൂട്ടി. ഇന്നും ലാർജസ്റ്റ് ഗ്രോയിങ് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമീസ് എന്നുള്ള ആ ഒരു പേര് നിലനിർത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാരും തർക്കിക്കുന്നില്ല. ചിലരൊക്കെ ഡെഡ് എക്കോണമി എന്ന് ആഗ്രഹിക്കുമെങ്കിലും നമുക്ക് ഇന്ന് ഡെഡ് അല്ല. ഈ EU പോലുള്ള രാഷ്ട്ര സമൂഹങ്ങൾ ഇവിടെ വന്ന് നമ്മളുമായി കരാറിൽ ഏർപ്പെടാനുള്ള വ്യഗ്രത കാണുമ്പോൾ നമുക്കറിയാം, എപ്പോഴും അവരൊരു വിന്നിങ് ഹോഴ്സുകളിലൂടെ മാത്രമേ ഈ പറയുന്ന കരാറുകളിൽ എൻട്രി ചെയ്യാൻ, അവരൊരു പാർട്ട്ണർഷിപ്പിൽ എൻട്രി ചെയ്യാൻ അവർ നോക്കുകയുള്ളൂ. അപ്പൊ നാച്ചുറലി ഒരു പ്രീ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് 1-ാം തീയതിയാണ് എന്ന് പലർക്കും റിയലൈസ് ചെയ്യുന്നില്ല. ഇന്ന് ഈ അനൂന ഔട്ട്ലയേഴ്സ് എന്നോട് അത് പ്രീ ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെയാണ് അതിനെപ്പറ്റി ഒരു ചിന്ത പോലും നമുക്ക് വരുന്നത്. അപ്പൊ ഒരു മെയിനായിട്ട് ഇതൊരു പോളിസി ഡോക്യുമെന്റ് ആയിട്ട് മാറി. ആ പോളിസി ഡോക്യുമെന്റ് എന്താ, എത്ര മാത്രം ക്യാപിറ്റൽ ഇതിനകത്ത് ചെലവ് വരുത്തുന്നു 12 ലക്ഷം കോടി രൂപയുടെ ചെലവ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ എക്സ്പെൻഡിച്ചർ ചെയ്തതിന്റെ ഒരു വരവ് ചെലവ് കണക്ക് എന്നുള്ള മാതൃകയിലേക്ക് മാറി. ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഡയറക്ഷൻ ഗവൺമെന്റ് പറയുന്ന രീതിയിലായി. ഏതൊക്കെ സെക്ടറുകളിലാണ്
നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം, ഇങ്ങനെയുള്ളൊരു പോളിസി മാത്രമായി സാധാരണക്കാരനെ ഒരു ഒരു ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന രീതി. പണ്ടൊക്കെ ഈ പത്രങ്ങളിൽ ആദ്യം വില ഇതിനൊക്കെ കൂടി എന്നുള്ള ചില ചാർട്ടുകളും, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ വരുമാന പരിധി കൂടി, അതുകൊണ്ടുണ്ടാകുന്ന ബെനഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു 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 അനാലിസിസും മറ്റുമൊക്കെ ഇന്ന് ഇറലവൻ്റ് ആയി മാറി. അതുകൊണ്ട് ഒരു 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 പക്ഷേ ഇന്ന് ബഡ്ജറ്റിലോട്ട് ഉറ്റുനോക്കുന്ന ഒരു രീതി മാറിയിട്ടുണ്ട്. ഇത് കുറെ കൂടെ പോളിസി തിങ്ക് ടാങ്ക്സിലേക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഏതൊക്കെ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിദേശ കമ്പനികൾ നോക്കുന്ന സ്ഥലങ്ങളിലും, അതുപോലെ PLI പോലുള്ള സ്കീമുകളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് അനാലിസിസും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ ഡോക്യുമെന്റ്. ഇത് ഒട്ടും പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഉണ്ടായത് സാധാരണ ആളുകൾക്ക് ഇന്ന് ഈ പറയുന്ന ഏതിന് ചെരുപ്പിന് വില കൂടുമോ, ഉപ്പിന് മുതൽ കർപ്പൂരം വരെ ഉള്ളതിന് വില കൂടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ അപ്രസക്തമായി കഴിഞ്ഞു. അപ്പോൾ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ് ആണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അലോക്കേഷൻ വേഴ്സസ് എക്സ്പെൻഡിച്ചർ, കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ലക്ഷം കോടി നമ്മൾ അലോക്കേറ്റ് ചെയ്തു, അതിൽ ഇത്ര ലക്ഷം നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ളൊരു അവലോകനം ചെയ്യാനും, അതുപോലെ തന്നെ ഒരു 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 കൺസൾട്ടേഷനും മറ്റുമൊക്കെ ചെയ്ത് ആ ഏരിയയിലുള്ള പ്രോഗ്രസ് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാനും മാത്രമാണ്. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് അസസ്മെന്റ് കീ ആയിട്ട് വേണം ഈ ബഡ്ജറ്റിനെ നമ്മൾ കാണാൻ. എക്സ്പെൻഡിച്ചറിന്റെ ഒരു ഒരു നടത്തിയത് കൊണ്ടുണ്ടായിരുന്ന പ്രൊഡക്ടിവിറ്റി, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ വളരെ കാര്യമായിട്ട് പറഞ്ഞിരുന്നത് ഈ മൻരേഗ പോലുള്ള പണം ആക്ച്വലി നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറി എന്ന് തന്നെ ഒരു വലിയ 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 തോതിലുള്ള ഒരു ചർച്ചയായിരുന്നു. അതായത് മൻരേഗയ്ക്ക് കൊടുക്കുന്നതിന് ഒരു അസറ്റ് ക്രിയേഷൻ മോഡൽ ഇല്ല. അപ്പൊ ആ പറയുന്ന ചർച്ചകൾക്കാണ് ഇന്ന് റാംജി എന്ന് പറയുന്ന ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ഡയറക്റ്റ് ഇന്റർവെൻഷൻ നടത്താനായിട്ടുള്ള പോളിസി ഷിഫ്റ്റ് വന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിലായിരിക്കും ഇനി ബഡ്ജറ്റിന്റെ ഒരു ഫോക്കസ്. ടാക്സേഷൻ വളരെ ഇറലവൻ്റ് ആയി മാറി. നമുക്ക് ആ ഒരു 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 ഷിഫ്റ്റ് കാരണം ഒരു പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസിൻ്റെയൊക്കെ ഒരു റെലവൻസ് സാധാരണക്കാരിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. താങ്ക് യു.